ഷെഫീറ, ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഈ ഡെലിവറിക്ക് ശേഷം സിസേറിയന് ശേഷം ഒട്ടുമിക്ക ആൾക്കാരും പറയും സിസേറിയനാണോ നിനക്ക് ബാക്ക് പെയിൻ നിൻ്റെ കൂടപ്പുറപ്പായിട്ട് കൂടെ ഉണ്ടാവും, സിസേറിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇഞ്ചക്ഷൻ കാരണമാണ് നിനക്ക് ബാക്ക് പെയിൻ വരുന്നത് എന്നൊരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത് പറയുന്നത്. കാരണം ഒരിക്കലും സിസേറിയനിൽ ചെയ്യുന്നൊരു നീഡിൽ അത്രയും വലിയ നീഡിൽ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള നീഡിൽ അതിന് ഓരോന്നിനും ഓരോ ലെവലുണ്ട്. ആ ലെവൽ വെച്ചിട്ട് അവർ ഇഞ്ചക്ഷൻ ചെയ്യുന്നുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇറിറ്റേഷൻ ചിലപ്പോൾ മാക്സിമം ഒരു 1 വീക്ക് നിൽക്കും അതിൻ്റെ ഇറിറ്റേഷൻസ്. ആ 1 വീക്ക് വരെ ഓക്കെ സിസേറിയൻ്റെ ബേസിലുള്ള എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ്റെ ബേസിലൊരു ഇറിറ്റേഷൻ, പക്ഷെ അതൊരിക്കലും ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ അപ്പം സിസേറിയൻ്റെ ഒരു പെയിൻ കില്ലർ നമ്മൾ പോകുന്നുണ്ടാവും. ആ സ്യൂച്ചേഴ്സിന് പെയിൻ ഇല്ലാണ്ടിരിക്കാൻ പെയിൻ കില്ലർ നമ്മൾ എടുക്കുന്നുണ്ട്, ഒരിക്കലും നമ്മൾ അറിയില്ല. അത് ബേസിൽ ഒരിക്കലും ഒരാൾക്കും ബാക്ക് പെയിൻ വരില്ല. ഞാനൊരു 2 സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഞാൻ 2 ഡെലിവറി കഴിഞ്ഞ് 2 സിസേറിയൻ ആയിരുന്നു. എനിക്കിതുവരെ ഒരു ബാക്ക് പെയിൻ വന്നിട്ടില്ല. ഞാൻ പഠിച്ച സാഹചര്യം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാകുന്നതിന് മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് കറക്റ്റ് ഒരു ക്രീം വന്നു കഴിഞ്ഞാൽ ഞാൻ എക്സസൈസ് പ്രോപ്പറായിട്ട് പോയിരുന്നു, കോൺസെൻട്രിങ് പോയിരുന്നു, ബാക്ക് മസിൽസിനെ സ്ട്രെങ്ത് ചെയ്തിരിക്കുന്നു. വെയിറ്റ് ലോസ് മസ്റ്റാണ്. നമ്മൾ കൺസീവ് ചെയ്യുന്ന എത്രയായിരുന്നോ നമ്മൾ വെയിറ്റ് ഉണ്ടായിരുന്നത് അതേ പാടുള്ളൂ ഡെലിവറി കഴിഞ്ഞാൽ. അല്ലാണ്ട് നിങ്ങൾ ഡെലിവറിക്ക് പ്രസവിച്ച് കിടക്കുന്ന കുട്ടീനെ കാണാൻ വരുന്ന ആൾക്കാർ കൊണ്ടുവരുന്ന ഫ്രൂട്ട്സും മുട്ടയും പാലും മുഴുവനും ആ പെറ്റെടുക്കുന്ന സ്ത്രീ തന്നെ കഴിക്കണം എന്നുള്ള ഒരു ചിന്താഗതിക്കാരാണ് നമ്മൾ പണ്ടുള്ള ആൾക്കാർ. അതേ ഒരു കാറ്റഗറി മലബാർ ഏരിയയിൽ കൂടുതലായിട്ട് ഞാൻ കണ്ടുവരുന്നതാണ്. അത് ചെയ്യരുത്, ദയവ് ചെയ്തിട്ട്. ഇപ്പോൾ നമ്മളൊരു സൂപ്പൊക്കെ വെക്കുന്നത് മുഴുവൻ പെറ്റെടുക്കുന്ന സ്ത്രീ കഴിക്കണം അങ്ങനെയൊന്നും ചെയ്ത് അതിനൊക്കെ ലിമിറ്റ് ഉണ്ട്. അല്ലാണ്ട് ആ പെണ്ണ് പ്രസവിച്ച് നീറ്റിക്കുന്നത് നന്നായിക്കണമെന്ന് കാണാനല്ല നിങ്ങൾ ആരും ആഗ്രഹിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ ശരീരം എത്രത്തോളം ഫിസിക്കലി ഓക്കെയാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് കാഴ്ചയിൽ കുട്ടി തടിച്ചിരിക്കുന്നതല്ല നിങ്ങൾ നോക്കണ്ടേ, ഫിസിക്കലി ഓക്കെ ആണെന്ന് മാത്രം ശ്രദ്ധിക്കുക. ആ കുട്ടി ആരോഗ്യവതിയാണോ ബസ്. അല്ലാണ്ട് ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി എൻ്റെ കുട്ടി ഇവിടെ പ്രസവിച്ച് കിടന്നിട്ട് തടിച്ചിരിക്കുന്നത് എന്ന് വരുത്തരുത്. ബാക്ക് പെയിൻ ഒരിക്കലും മാറില്ല. സിസേറിയൻ ബേസിൽ ഒരാൾക്കും ഒരു ബാക്ക് പെയിൻ ഉണ്ടാവില്ല. ഞാൻ തെളിവാണ്, 100% ഷുവറാണ്, എനിക്ക് ബാക്ക് പെയിൻ ഇല്ല. അതുപോലെ തന്നെ ഒരാൾക്കും ഉണ്ടാവില്ല. സിസേറിയൻ ബേസിലുള്ള ബാക്ക് പെയിൻ ആർക്കും വരില്ല. അതെല്ലാവരും ഒരു തെറ്റായ ധാരണ. മാക്സിമം എല്ലാവരും ആ ഒരു തെറ്റിദ്ധാരണ തിരുത്തുക. ഡെലിവറി കഴിഞ്ഞാൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തോളാം. അല്ലാണ്ട് വെറുതെ അത് സിസേറിയൻ കാരണമാണ്, സിസേറിയൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് നോവില്ലാണ്ട് പ്രസവിച്ചാൽ ഗുണമാണ് എന്നൊന്നും ആരും പറയണ്ട. അതൊക്കെ വെറുതെ ഉണ്ട്.